അല്പസമയം നമ്മൾ ഇന്നത്തെ വചനം നമ്മൾ ചിന്തയ്ക്ക് എടുക്കുമ്പോൾ ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 21 തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 21. 21ലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ 20 തൊട്ട് വായിക്കണം. അപ്പം നമുക്ക് 20ഉം 21ഉം വായിക്കാം. പക്ഷെ നമ്മുടെ ചിന്ത 21ാമത്തെ തിരുവചന, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പേഴ്സ് 20 and 21. അത് വായിച്ചു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആളുകളുടെ വലിയ ഇടയനായി നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവിടുന്ന് എന്നേക്കും മഹത്വം. Amen. Now may the God of peace, who brought up from the dead our Lord Jesus, the great shepherd of the sheep, and ratified an eternal covenant with his blood, may he equip you with all you need for doing his will. May he produce in you, through the power of Jesus Christ, every good thing that is pleasing to him. All glory to him forever and ever. Amen. Hallelujah. അപ്പം കർത്താവിന്റെ വചനം പറയുന്നു, അതിന്റെ 20-നകത്ത് തുടങ്ങുന്നത് നൗ മേ ദ ഗോഡ് ഓഫ് പീസ്, എന്നിട്ടാണ് 21-നകത്ത് വരുന്നത് മേ ഹി എക്വിപ്പ് യു വിത്ത് ഓൾ യു നീഡ്. ഹല്ലേലൂയ. അപ്പം സമാധാനത്തിന്റെ ദൈവമോ ഹല്ലേലൂയ നിങ്ങളിൽ സകല നല്ല പ്രവൃത്തികളും അവന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ എക്വിപ്പ് ചെയ്യട്ടെ. അല്ലെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സകലതും കൊണ്ട് നമുക്ക് എക്വിപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്കിൽ ഉണ്ട്. ബസ് ഓടിക്കണമെങ്കിൽ ആ ബസ് ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് വേണം, ട്രെയിനിങ് വേണം. ഐ നീഡ് ടു ബി എക്വിപ്ഡ്. എനിക്ക് അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കണം. സ്തോത്രം. പഠിപ്പിക്കണമെങ്കിൽ ഒരു ടീച്ചർ ആവണമെങ്കിൽ ആ ടീച്ചറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണം. അതിന് എക്വിപ്ഡ് ആയിരിക്കണം, അതിന് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം, വിഷയം അറിയണം. ഹല്ലേലൂയ. അതിനുള്ള ക്വാളിഫിക്കേഷൻസ് വേണം അല്ലേ. ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണെങ്കിൽ അതിനുള്ള കഴിവും കൊണ്ട് എക്വിപ്ഡ് ആയിരിക്കണം. അപ്പം തിരുവചനം നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ നല്ല ഹിതം ഹല്ലേലൂയ നമ്മളിലൂടെ ഉത്ഭവിച്ചു വരണമെങ്കിൽ, നമ്മളിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത് വരണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്തിരിക്കണം. ഹല്ലേലൂയ നമ്മളെ എക്വിപ്പ് ചെയ്തിരിപ്പുണ്ട്. എങ്ങനെയാ നമ്മളെ എക്വിപ്പ് ചെയ്തിരിക്കുക? അപ്പൊ ഈ എക്വിപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമാ നമ്മളെ എക്വിപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ആ വാക്ക് എന്തുവാ? എക്വിപ്പ്. അതിന്റെ 21 വായിച്ച്. നിങ്ങളെ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ തക്കണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നാ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സകല നന്മ ചെയ്തെടുക്കുവാൻ വേണ്ടി. അപ്പൊ എങ്ങനെയാ ഇത്? തിരുവചനം അവിടെ പറയുന്നുണ്ട്, മേ ഹി പ്രൊഡ്യൂസ് ഇൻ യു ത്രൂ ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതിന്റെ 21-ാം തിരുവചനം, എനിക്ക് മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് അറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് വ്യക്തമായി ഇങ്ങനെയാണ്. ഇപ്പൊ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെ തന്നെയാ കിടക്കുന്നത്. എന്താ കിടക്കുന്നത്? ഹെബ്രൂസ് 13:21. അതിനകത്ത് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ മേ ഹി പ്രൊഡ്യൂസ് ഇൻ യു ത്രൂ ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നിങ്ങൾ സകല സൽപ്രവൃത്തികളും ചെയ്യാനും സകല ദൈവത്തിന്റെ ഹിതം ചെയ്തെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നിങ്ങളെ അവൻ ബലപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ അവൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇന്ന് നെഞ്ചത്തോടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, എൻ്റെ അകത്ത് ദൈവഹിതം ചെയ്തെടുക്കാൻ വേണ്ടി സകല ശക്തിയും ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് സകല ശക്തിയും ഉണ്ട്. ഇന്ന് വിശ്വസിക്കാൻ വേണ്ടി ഇന്ന് മൊത്തം ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. സ്തോത്രം. ഹി ഹാസ് എക്വിപ്ഡ് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രാപ്തരാക്കിയിട്ടുണ്ട്, നിങ്ങളെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഗ്രാജുവേഷൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താണ്? ദൈവത്തിന്റെ സകല പദ്ധതികൾ ചെയ്തെടുക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ഹിതം ചെയ്തെടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യുന്നതപരമായ ശക്തി, അതാണ് വചനം ഇവിടെ പറയുന്നത്, ത്രൂ ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അമിതമായ ശക്തി. അപ്പൊ ഞാൻ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാം. നമ്മളുടെ അകത്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളുടെ അകത്ത് ഇഷ്ടം തോന്നിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മളുടെ അകത്ത് ആലോചന വന്നെന്ന്
ചിന്തിച്ചോ? ഞാൻ പറയട്ടെ, ആ ആലോചന വന്നത് ദൈവം നമ്മളുടെ അകത്ത് ആ ചിന്തയിട്ട് തന്നത് കൊണ്ട്. അവിടെ പിന്നെ ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അതൊരു നല്ല കാര്യമാണ്, അല്ലെ? നമുക്കറിയാം അത് ദൈവഹിത പ്രകാരമുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ നല്ലതായത് കൊണ്ടാണ് ദൈവം നമുക്കത് ചെയ്തു തരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, അല്ലെ? നമ്മള് ദൈവത്തിന്റെ ഹിതം എന്ന് വിശ്വസിച്ച് നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും ദൈവം നമുക്കത് ചെയ്തു തരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ കർത്താവ് നമ്മളെ അതിൽ നിന്ന് പിന്മാറ്റത്തില്ല. കർത്താവ് പറയത്തില്ല നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊള്ളാത്ത കാര്യമാ എന്നൊക്കെ. നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കാൻ വിടണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ വിടണം. ഈ പഠിപ്പിക്കാൻ വിടേണ്ട കാര്യം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതമാ. ദൈവത്തിനോട് പറയേണ്ട കാര്യമില്ല, കർത്താവെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിടുന്നത് അത് അങ്ങയുടെ ഹിതം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് പറ്റുന്നതിനപ്പുറം ദൈവത്തിനോട് ചോദിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം നമുക്ക് ചെയ്തു തരുന്ന കർത്താവ്. അപ്പൊ നമ്മൾ ലോകത്തിലുള്ള സാധാരണക്കാര് ചോദിക്കുന്നത് പോലെ നമ്മൾ ചോദിക്കുക, കർത്താവെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം വരിക, ഏറ്റവും നല്ല ഇടത്ത് കൊച്ചിനെ പഠിപ്പിക്കാൻ വിടണം, അവിടെ ഇച്ചിരി ഫീസൊക്കെ ആകും. അവിടെ നമുക്ക് ചിലപ്പോൾ അതിന് സാധ്യമായിരിക്കത്തില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഫീസ് അധികമായിരിക്കാം. അപ്പൊ നമുക്ക് കർത്താവിനോട് ചോദിക്കാൻ അവകാശമുണ്ട്, കർത്താവെ അത് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്, അല്ലെ? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കും. സ്തോത്രം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറം നമുക്ക് ചെയ്തു തരുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്, വാതില് തുറന്നു തരാൻ. അല്ലാതെ നമുക്ക് അവകാശമില്ല 10 പേരോട് ചെന്ന് ചോദിക്കാൻ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇന്നടത്ത് പഠിപ്പിക്കണം, എൻ്റെ നിവൃത്തിക്ക് അപ്പുറമാ, നിങ്ങളൊന്ന് സഹായിക്കാൻ. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, വിശ്വാസത്താൽ. അപ്പം നമ്മളുടെ അകത്തൊരു ആഗ്രഹം വന്നു, നമ്മൾ ആഗ്രഹപ്രകാരം പ്രാർത്ഥിച്ചു, അത് കർത്താവിന്റെ ഇഷ്ടം ഉറപ്പായിട്ടും അതിനകത്ത് നടക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കർത്താവെ അങ്ങയുടെ ഹിതമെങ്കിൽ. നമ്മൾ കർത്താവിന്റെ ഹിതമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് വിശ്വാസം കുറവാണ്, നമ്മുടെ അകത്ത് വിശ്വാസം ഇല്ല. അതാ നമ്മൾ കർത്താവിന്റെ ഹിതം, നമ്മൾ നല്ലതായിട്ടും ദൈവത്തിന്റെ ഇഷ്ടമായിട്ടുള്ളത് ചോദിക്കുന്നതൊക്കെ കർത്താവിന്റെ ഇഷ്ടം തന്നെയാ, കർത്താവിന്റെ ഹിതമാണ്. സ്തോത്രം. അപ്പൊ നമ്മൾക്ക് വിശ്വാസം, അപ്പൊ ഈ ഇഷ്ടം അല്ലെങ്കിൽ ഈ ആഗ്രഹം നമ്മളുടെ അകത്ത് ഇട്ടു തരുന്നത് യേശുവിന്റെ ആത്മാവ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ഇട്ടു തരുന്നത്. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് നിവൃത്തി ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ കർത്താവിന് അത് വേണ്ട എങ്കിൽ കർത്താവ് അത് ചെയ്തു തരത്തില്ല. കർത്താവിനോട് പറഞ്ഞുകൊണ്ട് നടക്കണ്ട, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നാ വെച്ചാൽ കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിക്കകത്ത്, ദൈവത്തിൽ ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കകത്ത്, ദൈവവചനവും പരിശുദ്ധാത്മാവും നിയന്ത്രണത്തിലാണ് ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ദൈവ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കും. സ്തോത്രം. ദൈവ ഇഷ്ടപ്രകാരമായതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ദൈവഹിത പ്രകാരം മാത്രമേ നമ്മളെ ചലിപ്പിക്കത്തുള്ളൂ. അവിടെ പിന്നെയും സംശയം പൊങ്ങുന്ന വണ്ണം ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയുടെ വായിന്ന് എപ്പോഴും വീഴുന്ന എന്ത് പറഞ്ഞാലും എടുത്താലും അത് ദൈവഹിതമെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നോട്ട്. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, ദൈവമേ ഉത്തരവാദിത്വം മൊത്തം നിനക്ക, അത് പിന്നെ എന്തേലും നടന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാമല്ലോ ഞാനല്ലേ അങ്ങനെ ചെയ്തത്, കർത്താവെ നീ അല്ലേ എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്ന് പറയാമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് പലവരും ചോദിക്കുന്നത്, ഇതെന്താ കർത്താവെ, എത്ര നാളായി ഞാൻ ഇതിനകത്ത് കിടക്കുന്നു, എന്നിട്ട് നീ എന്താ എന്നെ വന്ന് രക്ഷപ്പെടുത്താത്തത്? എന്താ? തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, നിനക്ക് ഹിതമുണ്ടെങ്കിൽ അങ്ങ് തന്നാ മതിയെന്ന്, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം? നമ്മളെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള
തിരിച്ചറിവിലായിരിക്കണം. സ്തോത്രം. എന്നെ ഒരു വഴിയിൽ ഇറക്കി വിടുന്നുണ്ടെങ്കിൽ, എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ. എനിക്കും കർത്താവിനും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാ വി ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തിനോടൊപ്പം പാർട്ട്നേഴ്സ് ആണെന്ന. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോടൊപ്പം കൂട്ടാളികളാണെന്ന. ദൈവത്തിന്റെ പങ്ക് ചെയ്തു, ഇനി ഞാൻ എന്റെ പാട് നോക്കാം. നോ, അങ്ങനെയല്ല. ഞാനും കർത്താവും പാർട്ട്ണർഷിപ്പില്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് നടക്കുന്നെങ്കിലും ഞാൻ കർത്താവിനോട് എഗ്രി ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കർത്താവുമായിട്ട് എഗ്രി ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. സ്തോത്രം. എനിക്കൊരു കാര്യം വേണം, എൻ്റെ മക്കളെ ഒരിടത്ത് എനിക്ക് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത് ദൈവമേ അങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ മതി, അങ്ങനെയല്ല. ഞാൻ ചോദിക്കുന്നിടം, ഞാൻ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന കോഴ്സ്, ഞാൻ പഠിപ്പിക്കാൻ വിടുന്ന, ഞാനൊരു സിമ്പിൾ ഉദാഹരണമായി എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന അത് നീതിയുള്ളതാണ്, അത് സത്യമുള്ളതാണ്, അതിനകത്ത് തെറ്റില്ല, കുറ്റമില്ല, കുറവില്ല എങ്കിൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ദൈവമേ അങ്ങക്ക് ഹിതം ഉണ്ടെങ്കിൽ എന്ന്. അങ്ങനെയല്ല. സ്തോത്രം. നമ്മൾ ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിനകത്ത് വരുമ്പോൾ, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1, അതിനകത്ത് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം ഗലാത്യ സഭക്കാരോട് ചോദിക്കുന്നുണ്ട്. വിശ്വാസം മുറുകെ പിടിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം വലിയ ഇങ്ങനെ വചനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീയ നിറവൊക്കെ ഉള്ള ഒരു വചന എഴുതിയത്. അവരോട് എഴുതുമ്പം ഹല്ലേലൂയ ഇവരോട് ഇത്ര നല്ലതായിട്ട് ദൈവത്തിന്റെ കൃപയും സ്നേഹവും ഒക്കെ ഇരിക്കട്ടെ, എന്നിട്ട് അവരെ കുറിച്ച് അവരുടെ വിശ്വാസത്തിന്റെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് 1-ാം അധ്യായത്തിനകത്ത് ഗലാത്യക്കാരോട് പറയാ, ഞാൻ ഞെട്ടുവാ നിങ്ങൾ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു എന്ന് കേട്ടിട്ട്. എന്നിട്ട് 3-ന്റെ-1 അവരെ നാണം കെടുത്തുന്ന വിധത്തിൽ ഒരു കാര്യം പറയാ. എന്താ അവിടെ പറയുന്നത്? ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്, who has cast an evil spell on you? For the meaning of Jesus Christ's death was made as clear to you as if you had seen a picture of his death on the cross. എന്നിട്ട് അതിന്റെ 5, I ask you again, does God give you the Holy Spirit and work miracles among you because you obey the law? Of course not. എന്ന് വായിച്ച് അതിന് 3-ന്റെ-1, 3-ന്റെ-5. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത്. അയ്യോ, ശുദ്രം ചെയ്ത് മയക്കി എന്നാ പറയുന്നേ. അപ്പൊ ഇത് പറയാൻ കാരണമുണ്ട്. അതിന്റെ 5 കൂടെ ഒന്ന് വായിച്ചു. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നു. ആമേൻ. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾ കേട്ട സത്യവചനത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു. നിങ്ങളിപ്പം ലോകക്കാര് പറയുന്നത് പോലെ നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നു, നിങ്ങൾ തിരിഞ്ഞു. എന്താ? ഇവരുടെ അകത്തൊരു ചിന്ത കയറി. ഹല്ലേലൂയ. അപ്പം പല പ്രവൃത്തികൾ ചെയ്താൽ, പല ചട്ടങ്ങളും രീതികളും ചെയ്താൽ, പല എക്സ്ട്രാ ഒരു കാര്യവും കൂടെ ചെയ്താൽ ഇവരാഗ്രഹിക്കുന്നത് നടന്നു കിട്ടും എന്ന് ഇവരുടെ അകത്തൊരു ചിന്ത കയറി. അതിനാണ് 5-ാം തിരുവചനം വന്നപ്പം അപ്പോസ്തലൻ പറയുവാണ്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയാണെന്ന്. ഹല്ലേലൂയ. അതാണ് ഹെബ്രായർ 13-നകത്ത് പറയുന്നത്, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നിങ്ങളുടെ അകത്തൂടെ സകല നല്ല കാര്യങ്ങളും പുറത്തു വരട്ടെ. അതിന് നിങ്ങളെ എക്വിപ്പ് ചെയ്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. കടുകുമണി പോലത്തെ വിശ്വാസം മതി. പരിശുദ്ധാത്മാവിനെ അകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ട്, ഈ കടുകുമണിയോളം ഉള്ള വിശ്വാസം കൊണ്ട് ഈ ലോകത്തിനെ കീഴ്മേൽ മറിക്കാനായിട്ടുള്ള സകല ശക്തിയും അകത്ത് കിടപ്പുണ്ട്. അവിടെ പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബുദ്ധിക്കകത്ത് അറിയാം അത് ന്യായമാ, നീതിയാ. നമ്മുടെ മക്കളെ ഇന്നടത്ത് പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അയൽവക്കക്കാരോട് ചോദിക്കണോ? വേണ്ട. എനിക്കൊരു വീട് വെക്കണമെങ്കിൽ എനിക്ക് അയൽവക്കക്കാരോട് ചോദിക്കണോ? അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അയൽവക്കക്കാരെ, ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കണോ? വേണ്ട. ഹല്ലേലൂയ. നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഹെബ്രായർ 13-നകത്ത് 21 പറയുന്നത്, may he equip you with all you need
for doing his will. അവന്റെ ഹിതം ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളെ ശക്തരാക്കട്ടെ. എങ്ങനെയാ ശക്തരാക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ ശക്തരാ. he has equipped us. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും എക്വിപ്പ് ചെയ്തിരിക്കുക. ഇന്ന് നിങ്ങളും ഞാനും ഫിഫ്ത്ത് ഗിയറിൽ ഓടാൻ വേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്തിരിക്കുക. ഒരു കാർ എടുക്കുവാണെങ്കിൽ ആ കാറിന് ഫിഫ്ത്ത് ഗിയറിൽ ഓടാനായിട്ടുള്ള കഴിവുണ്ട് അല്ലെ? അതിനകത്ത് ഗിയർ ഉണ്ട്, അതിനകത്ത് എൻജിൻ പവർ ഉണ്ട്, അതിനകത്ത് വേണ്ടതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് മാനുഫാക്ചറേഴ്സ് പറയുന്നത് ഇതിന് ഫിഫ്ത്ത് ഗിയറിൽ ഓടാൻ പറ്റും. ചിലപ്പം കാർ എടുക്കാൻ പോകുമ്പം ചോദിക്കും അല്ലെ, എത്ര കിലോമീറ്റർ വരെയും കിട്ടും ഇതിന്? 120 140 എത്ര കിലോമീറ്റർ പെർ അവർ കിട്ടും? അതിന്റെ ശക്തി എത്രയുണ്ടെന്ന്, അതിന്റെ എൻജിൻ എത്ര കപ്പാസിറ്റി ആണെന്ന് ചോദിക്കും അല്ലെ? ഇറ്റ് ഈസ് എക്വിപ്ഡ്. ഹല്ലേലൂയ. ഒരു ലോകത്ത് മാനുഫാക്ചർ ചെയ്യുന്ന കാർ അങ്ങനെ എക്വിപ്ഡ് ആണെങ്കിൽ നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിൽ എക്വിപ്ഡ്. ഇനി നമുക്കാർക്കും വേറെ ഒന്നും വേണ്ട. വിശ്വാസവും പരിശുദ്ധാത്മാവിലുള്ള ആശ്രയവും മതി. ഞാൻ നിങ്ങളോട് ഇവിടെ ഇരുന്ന് പറയുക, നിങ്ങൾ 7 ദിവസം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങൾ ഇങ്ങനെ ചില രീതികൾ, നിങ്ങൾ മുട്ടയിൽ നിന്ന് നിങ്ങൾ അലച്ചുകൂവി നിങ്ങൾ പറയണം, നിങ്ങൾ വിളിച്ചു പറയണം, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ശരിയാ, ഇത് നല്ല വചന അല്ലേ എന്ന് പറയും. നോ, അല്ല. തിരുവചനം പറയുന്ന സത്യം ഞാൻ നിങ്ങളോട് പറയാം. യു ആർ ഓൾറെഡി എക്വിപ്ഡ്, യു ആർ പവർഫുൾ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് സകല കഴിവും സകല ശക്തിയും ദൈവത്തിന്റെ സകല ഇഷ്ടങ്ങളും ഹിതങ്ങളും നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഇനി അവിടെ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എനിക്ക് ഇനി ഒരു കാര്യം ചെയ്യണം, അത് ദൈവഹിതം ആണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അകത്ത് ആലോചന വന്നെങ്കിൽ, അല്ലയോ ഒരു ചിന്ത പൊങ്ങി വന്നെങ്കിൽ, അത് ദൈവത്തിന് തീർച്ചയായിട്ടും ഇഷ്ടമുള്ളത് കൊണ്ട് ആണ് ഹല്ലേലൂയ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. 1 യോഹൻ ഒരു വാക്യം കൂടെ എടുത്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നീക്കി തരാം കേട്ടോ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങൾ. The first letter of John chapter 3 verse numbers 21 and 22. Dear friends, if we don't feel guilty, we can come to God with bold confidence and we will receive from him whatever we ask because we obey him and do the things that please him. Condition ഉണ്ട് വായിച്ചേ. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല. ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നു ഇല്ലെങ്കിൽ, കണ്ടോ? ഹല്ലേലൂയ. നമ്മൾ പറയും, കർത്താവേ പാപബോധവും പശ്ചാത്താപവും ഒക്കെ എനിക്ക് നൽകണേ, ഞാൻ വിടുവിക്കപ്പെട്ടു, ഞാൻ 2 വർഷം മുമ്പേ യേശുവിനെ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒക്കെ പ്രാപിച്ചു. പക്ഷെ എൻ്റെ ജോലി എന്തുവാ? എപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ കയറുമ്പോ എൻ്റെ ജോലി പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റമുള്ളവനും പാപിയായവനും നിർദോഷമായവനും അടിയൻ ദേണ്ടിതാ പുഴുവരെയായവൻ കയറി വന്നിരിക്കുക. അയ്യോ, ഒന്ന് നിർത്ത്. കർത്താവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നിർത്ത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്നെ എൻ്റെ മകനാക്കാനാ. സ്തോത്രം. എൻ്റെ മകളാക്കാനാ. എൻ്റെ അപ്പയുടെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഞാൻ പറയോ, അപ്പാ ദേണ്ട് പുഴുവായ എഴയായ മോള് ദേണ്ട് കയറി വന്നിരിക്കുന്നു? ഇല്ലെന്നേ. കർത്താവ് ഒരിക്കൽ പാപം മായ്ച്ചു. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചിട്ട് പാപവും കുറ്റവും ഇല്ലാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? മനുഷ്യനാ, ജഡമാ. എവിടെങ്കിലും ഒക്കെ ദേഷ്യപ്പെട്ടെന്നിരിക്കും, എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു വാക്കൊന്നും കുത്തിയെന്ന് ഇരിക്കും. അവിടെ മുട്ടുമടക്കിക്കണം. അവിടെ റോഡിന്റെ നടുവിലാണെങ്കിൽ അവിടെ നിന്നിട്ട് പറയണം, യോ കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ വേണ്ടാത്ത ഒരു നോട്ടം നോക്കി, എന്റെ കണ്ണിനെ അങ്ങടെ രക്തം കൊണ്ടൊന്ന് മറയ്ക്കണം. ഏറ്റുപറയണം, കുറ്റം ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ തിരുവചനം പറയുന്നു, നിന്റെ അകത്ത് നിന്നെ സൂചി കുത്തിക്കൊണ്ടിരിപ്പില്ലെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ കയറി ചെല്ലാം. ഹല്ലേലൂയ. അപ്പ എന്ന് വിളിച്ചോണ്ട്, മകളാണെന്ന് പറഞ്ഞുകൊണ്ട് കേറി ചെല്ലാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. ഈ ധൈര്യം കാൽവരി ക്രൂശിൽ കർത്താവ് തന്നു. ഇതിനെതിരായ എന്തെങ്കിലും പഠിപ്പീര് കേട്ടിട്ടായിരിക്കും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്റെ ഗലാത്യക്കാരെ നിങ്ങളെ ഇങ്ങനെയും തലമയക്കി എടുത്തോ, നിങ്ങളെ ഇങ്ങനെയും ബുദ്ധിയില്ലാത്തവരാക്കി തീർത്തോ എന്ന് പറയുന്ന. സ്തോത്രം. ഇനി ഒന്ന് വായിച്ചേ.
പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മധൈര്യമുണ്ട്. നമുക്ക് ആത്മധൈര്യമുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവിടുന്ന് പ്രസാദമുള്ളത് ചെയ്യുന്നത് അവിടുന്ന് പ്രസാദമുള്ളത് ചെയ്യുന്നതും കൊണ്ട് അവിടുന്ന് കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും ദൈവത്തിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല, എന്നെ കോട്ട് ചെയ്തിട്ട് പറയല്ലോ കേട്ടോ. എന്ത് ചോദിച്ചാലെന്ന് പറഞ്ഞാൽ അത് കാരണം ഞാൻ പറയാം 5 ബെഡ്റൂമിന്റെ ഒരു 2 കോടിയുടെ വീട് എനിക്കിങ്ങി പോരട്ട് കർത്താവേ. അയ്യോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. കർത്താവ് അങ്ങനെയൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. ദൈവരാജ്യം വലുതാകാൻ വേണ്ടി, അല്ലെ ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ എന്നിലൂടെ നിങ്ങളിലൂടെ നടക്കാൻ വേണ്ടി കർത്താവിനോട് എന്ത് ചോദിച്ചാലും കർത്താവ് നടത്തി തരും. ഹല്ലിയ. ഇന്ന് കർത്താവിനോട് കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? എന്തിനാ കൃപാവരങ്ങൾ ചോദിച്ചു മേടിക്കുന്നത്? എനിക്ക് പേര് കേൾക്കാനോ? 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് രോഗസൗഖ്യത്തിന്റെ വരമുണ്ട് എന്നറിയാനാണോ? നോ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതപ്രകാരം ചോദിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കാറുമുണ്ട്. കർത്താവിനോട് ഞാൻ പല കൃപാവരങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം പറയണം, കർത്താവേ അങ്ങയുടെ രാജ്യം വലുതാകാൻ വേണ്ടി, അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി, അവരുടെ കണ്ണുനീരൊപ്പി മാറ്റാൻ വേണ്ടി, അവരെ യേശുവിനെ അറിയാൻ വേണ്ടി. ഹല്ലേലൂയ. അല്ലാതെ പേരും പ്രശസ്തി എടുക്കാൻ വേണ്ടിയല്ല, ദൈവഹിതപ്രകാരം ചോദിക്കാൻ പഠിക്കണം. എനിക്ക് കർത്താവെ വീടില്ല, എനിക്കൊരു വീട് വേണം കർത്താവെ. ഞാൻ ചോദിക്കുന്നത് 10 ബെഡ്റൂമിന്റെ അല്ല കർത്താവെ. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും കഴിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു 3 ബെഡ്റൂമിന്റെ. കർത്താവിനോട് ഒരു 3 ബെഡ്റൂമിന്റെ ചോദിക്കുക. എന്തിനാ? ഒരു മുറി കർത്താവെ, ഒരു ദേവദാസനെ ഒന്ന് സൽക്കരിക്കാന്. ഞങ്ങൾക്ക് ഒരു വീട്ടിനകത്ത് തിണ്ണയിൽ ആവശ്യമുണ്ട്. എന്തിനാ? പ്രാർത്ഥന നടത്താൻ വേണ്ടി. കർത്താവെ അങ്ങയുടെ രാജ്യം ഒന്ന് വിസ്താരമാകാൻ വേണ്ടി, ദൈവത്തിന്റെ വേല ചെയ്തെടുക്കാൻ വേണ്ടി. ഇങ്ങനൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കും, മേടിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ കതകു അടച്ചിടും. ഇങ്ങനെ ഒന്നും കയറി വരാൻ പറ്റത്തില്ല, അങ്ങനെയും പറയും അല്ലേ? അങ്ങനെയല്ല കർത്താവെ, അങ്ങയുടെ രാജ്യം വലുതാകാൻ വേണ്ടി, അങ്ങയുടെ മഹത്വം ലോകത്തിന്റെ മുമ്പിൽ അങ്ങയുടെ നാമം ഒന്ന് വലുതാകാൻ വേണ്ടി. ഞാൻ പറയട്ടെ, അന്നേരം കർത്താവ് 3 ബെഡ്റൂം അല്ല 5 ബെഡ്റൂമും ആക്കി തരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിക്കുന്നെങ്കിൽ ദൈവഹിതം എന്താണെന്നറിയാമോ? ദൈവരാജ്യം വലുതാകുന്നത്. ഹല്ലേലൂയ. കർത്താവെ അറിയണം, ലോകം മൊത്തം അറിയണം ഞാൻ നിന്നെ സേവിക്കുന്നതാണ്. അത് കാരണം എനിക്കൊരു ലക്ഷറി കാർ വേണം. തെറ്റിപ്പോയി കുഞ്ഞെ. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ദൈവഹിതം അനുസരിച്ച് നടക്കുന്നതും ദൈവത്തിന്റെ ഇഷ്ടം പാലിക്കുന്നവനും, ഹല്ലേലൂയ, ദൈവത്തിന്റെ തൃപ്തിയുള്ളവനായി പ്രസാദമുള്ളവനായി നീ നടക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നീ ചോദിക്കുന്നതൊക്കെ നിനക്ക് നൽകി. അവിടെ നാം ചോദിച്ചുകൊണ്ട് നടക്കണ്ട, കർത്താവെ ഇത് ദൈവ ഇഷ്ടമാണോ? ഞാൻ പാവിയല്ലേ കർത്താവെ, ഇതെങ്ങനെ എനിക്ക് നടക്കും? ചിലവർ അങ്ങനെ പറയാറുണ്ട് അല്ലെ? കർത്താവിനെ അറിഞ്ഞിട്ട് നാളുകളായി, കൃപയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ല. പറയും, കർത്താവെ ഞാന് എന്ത് കുറ്റക്കാരനാ, എന്നാ കുറ്റക്കാരി, എനിക്കിത് വല്ലതും നടന്നു കിട്ടാൻ യോഗ്യതയുണ്ടോ കർത്താവെ? അയ്യോ, നീ എവിടെ പോയി? നീ കുറ്റം ചെയ്തപ്പോ തിരിച്ചറിഞ്ഞോ കുറ്റമാണെന്ന്? കർത്താവിനോട് ഏറ്റു പറഞ്ഞോ? കർത്താവിനോട് പറഞ്ഞു, ഇനി മേലിൽ അങ്ങനെ പോവില്ല കർത്താവെ. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചോ? പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നിയന്ത്രിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്നേ, എന്നെ ഒന്ന് പരിപാലിക്കണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. ഇതിനെതിരായി കേട്ട് ഇതിനെതിരായി പരിശുദ്ധാത്മാവ് വഴി അല്ല എൻ്റെ നിത്യജീവിതം നടക്കുന്ന, എൻ്റെ ദിനം തോറുമുള്ള ജീവിതം. അതാണ് ഹെബ്രായരിൽ പറഞ്ഞത് അല്ലെ? ഹി ഹാസ് എക്വിപ്ഡ് യു. ദിവസം തോറും ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കാൻ വേണ്ടി എന്നെ നിങ്ങളെയും എക്വിപ്പ് ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആശ്രയിക്കാതെ ഞാൻ ഉപവാസം ചെയ്താൽ എനിക്കിത് നടന്നു കിട്ടും, ഇത് വെടിഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ കാര്യം സാധിക്കും. നോ. അതാണ് അപ്പോസ്തലൻ പറഞ്ഞ്, നിങ്ങൾക്ക് മന്ത്രവാദം നിങ്ങളുടെ തലയിൽ കേറി. ഹല്ലേലൂയ. ഇത് വെടിഞ്ഞാലും അത് ചെയ്താലും ഒന്നും, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ല. തീർത്തും ഞാൻ പറയട്ടെ, ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവായി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, യേശുവുമായിട്ട് ഒന്നായി നിന്ന്, അല്ലെ കർത്താവിന്റെ ഹിതം ഈ ഭൂമിയിൽ ചെയ്തെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ, അകത്തുനിന്നുള്ള ആ ശക്തി വ്യാപരിച്ച് സാഹചര്യങ്ങളെ മാറ്റിത്തരും. ഹി ഹാസ് എക്വിപ്ഡ് യു. എന്നൊന്ന് പറഞ്ഞേ, ഐ ആം എക്വിപ്ഡ്. ഹല്ലേലൂയ. എനിക്ക് മലയാളത്തിൽ ആ വാക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഒരു യഥാസ്ഥാനം
അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക. ഹല്ലേ, ഐ എം എക്വിപ്ഡ്. ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട്. ഹല്ലിയ, ഞാൻ പഠിപ്പിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, എൻ്റെ അകത്ത് എല്ലാ കഴിവുമുണ്ട്. അതേപോലെ ആത്മീയ ജീവിതം, ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ എൻ്റെ അകത്തുണ്ട് പരിശുദ്ധാത്മാവിനാൽ. ഐ ആം എക്വിപ്ഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാവരെയും വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈച്ച് വൺ ഓഫ് യു ആർ എക്വിപ്ഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തുണ്ട്, അതുകൊണ്ട് എല്ലാം സാധ്യമാ, സകലതും സാധ്യമാ. ഒറ്റ കാര്യം മതി, ഞാൻ കർത്താവുമായിട്ടാണോ നടക്കുന്നത്? ഹല്ലേലൂയ. യേശുവിനോടൊപ്പമാണോ നടക്കുന്നത്? എൻ്റെ അകത്ത് എൻ്റെ അകത്ത് എൻ്റെ ബോധം എന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, നീ തെറ്റു പറഞ്ഞു, നീ കൊള്ളാത്തത് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന സകലതും സകലതും, ശകലമല്ല സകലതും, അത് അതിൻ്റെ തക്ക സമയത്ത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.